നമ്മളുടെ ഫാമിലിക്ക് ഒരു ന്യൂ മെമ്പർ വരാൻ പോവാണ്. വണ്ടിയാണെന്ന് മാത്രം എനിക്കറിയാം ഗൈസ്, ഒരു ന്യൂ കാർ ആണെന്ന് മാത്രം എനിക്കറിയാം. അത് ഏതാണ് കാർ എനിക്കറിയില്ല. മോളുടെ ഒരു ഫ്രെയിമാണ് മറ്റേ വണ്ടീന്റെ മോള് കർട്ടനിട്ട് വലിക്കുക എന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു സ്പെഷ്യൽ ആൻഡ് വെരി സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് നമ്മളുടെ ഫാമിലിക്ക് ഒരു ന്യൂ മെമ്പർ വരാൻ പോവാണ്. സോ എന്താണ് ഒരു വണ്ടിയാണെന്ന് മാത്രം എനിക്കറിയാം ഗൈസ്, ഒരു ന്യൂ കാർ ആണെന്ന് മാത്രം എനിക്കറിയാം. നമ്മളെ ഫാമിലിക്ക് വരാൻ പോണ ഒരു ന്യൂ കാർ. അത് ഏതാണ് കാറ് നമുക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കും ദിയമോക്കും അറിയില്ല, ഇവർക്കറിയാന്നാണ് പറഞ്ഞത്. അപ്പം അത് സർപ്രൈസ് ആണെന്നാണ് ഇവർ പറയണത് ഗൈസ്. ഇപ്പം കുറേ ചോദിച്ചാൽ പറയുന്നില്ല. സോ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണ് നമ്മളെ ഡസ്റ്റർ. ഇത് കൊടുക്കണമെന്നില്ല കേട്ടോ, നമ്മൾ പുതിയത് വാങ്ങുകയാണ്. സോ നമ്മൾ എല്ലാവരും ഇപ്പോൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. ബ്ലാക്ക് ആണോ വേറെ എന്തെങ്കിലാണോ വണ്ടീൻ്റെ കളറായി? ബ്ലാക്ക് ആണ് എന്നോട് ഇടാൻ പറഞ്ഞത്. സോ നമുക്ക് ഏത് കളറായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ബ്ലാക്ക് ഇടാൻ പറഞ്ഞോണ്ട് ബ്ലാക്ക് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത്. ഞാൻ പപ്പ ദിയമ്മളും അമ്മ ആദിമോന് മാമി അമ്മമ്മ അല്ല മാമന് അഭിമാമന് അർജുമാമന് എല്ലാവരും ഉണ്ട് ഗൈസ്, ആദിമോന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ വണ്ടിയിലാണ് പോണത്. പപ്പ ഇതാ റെഡി ആയി നിൽക്കുന്നു. പപ്പയും ബ്ലാക്ക് ആണ്. എന്റെ വിചാരം എങ്ങനെയാണ്, ബ്ലാക്ക് വണ്ടി ആണോ? അല്ലേ? ഞാൻ വെറുതെ ബ്ലാക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ് ആയതുകൊണ്ട് ഇടാൻ പറഞ്ഞു. ആദ്യമോ ബ്ലാക്ക് കിട്ടും എല്ലാവരും. പക്ഷെ ബ്ലാക്ക് ഇട്ടത് കൊണ്ടൊരു കാര്യമുണ്ട്, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പം ഏത് വണ്ടിയാന്നുള്ള ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇവർക്ക് ഗസ്സുകൾ ഉണ്ടായിരിക്കും മനസ്സിൽ, അവര് പുറത്ത് പറയുന്നില്ല. ഫേവറേറ്റ് സെക്കൻഡ് ഫോർച്യൂണർ, തേർഡ് റോക്സ്, താർ റോക്സ് ഇല്ലേ അത്. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഇന്നോവയൊന്നും ഇഷ്ടമല്ല. ഇന്നോവ ഇഷ്ടമല്ല ദേവന്. ഇതെവിടെ കണ്ടു വരച്ചിട്ടുണ്ടല്ലോ ആ ടീഷർട്ട്. എനിക്കൊണ്ടുണ്ട്, നോക്കുണ്ട്. ഉണ്ടല്ലേ? അതുകൊണ്ടൊന്നും ഞാൻ ദൂരം ഇട്ടിട്ടില്ല. ഒരൊറ്റ ഇത് കൊള്ളാട്ടോ. എന്തായാലും എന്റെ ഫേവറേറ്റുകളിൽ ഒന്നാവാനുള്ള സാധ്യത ഉണ്ടോ? പോകുമ്പോ നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ രണ്ട് വണ്ടിയിലല്ലേ വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ നിലമ്പൂരെത്തി. എത്താനായി ഗൈസ്. പൊതിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ സ്ഥലത്തെത്തി. അവിടെ ഒരു വണ്ടി ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. ഏകദേശം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. ദേവാ, എന്താ തോന്നണേ കണ്ടിട്ട്? അവിടെ ഒരു ഫോർച്യൂണർ കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫ്രണ്ട് കണ്ടപ്പം ഫോർച്യൂണർ ആണെന്ന് തോന്നുന്നു. കണ്ണ് കണ്ട് സിംബല്. ഏത് സിംബല് കാണുന്നുണ്ടോ? അത് നമ്മുടെ തന്നെയാണോ? വേറൊരാളും കൂടെ വേറെ ആള് ഉണ്ട് പറഞ്ഞിരുന്നത്. ഇനി അതാണോ അറിയില്ല. നമ്മളല്ലേ ഫസ്റ്റ് ആണോ? ഉള്ളിലിപ്പോ ഏതൊക്കെ അറിയോ? പുറകിൽ ഇന്നോവ അടക്കുന്നുണ്ട്, ഇവിടെ ഒരു ലെജൻഡർ അടക്കുന്നുണ്ട്, അപ്പുറത്തൊരു ക്രെറ്റ അടക്കുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള കാണാം. ബാക്കിലും കൊണ്ടിടൂലല്ലോ. എനി ഡൗട്ട്? ഫോർച്യൂണർ ഇവിടെ കിടക്കണേ. ഏതാ ഫോർച്യൂണർ? റെഡോ? യാ, ഫോർച്യൂണറോ? ദേവന്റെ ഡ്രീം കാർ തന്നെ ആയി ഫ്രണ്ട്സ്. ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ ഫോർച്യൂണർ. അതെ, എന്റെ വണ്ടി ഫോർച്യൂണർ എടുത്തിട്ട് ഞങ്ങൾ ആദ്യം ട്രിപ്പ് കൊടൈക്കനാൽ. നമ്മള് 800 എടുത്ത് ആദ്യം ട്രിപ്പ് പോയത് ഊട്ടിക്കാണ്, ഓർമ്മ ഉണ്ടോ? അന്ന്
മോളുടെ ഒരു ഫ്രെയിമാണ് മറ്റേ വണ്ടീന്റെ മുകളിൽ കർട്ടൻ ഇട്ട് വലിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനിത് ആദ്യം നിന്നോട് ചോദിച്ചു നിങ്ങൾ കർട്ടൻ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കച്ചവടം ഓഫീസിൽ. നമ്മള് വലിക്ക പിടിച്ചു നിൽക്കണം ടൈമേ. കേക്ക് മുറിക്കാൻ പോവാണ്. ഇതാണല്ലോ അതിലെ മുതലാളി. എന്ത് കാറ് ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി, സെറ്റാക്കി തരും. ഏവോ എന്നാ വണ്ടി എടുത്തോ. ഫോർച്യൂണറിൽ ഞങ്ങൾ കയറിയിരുന്നു. എവിടെ അത് വൈറ്റിന്റെ കൂടെ നിൽക്കുമ്പോ ഒരു ഇത് നമ്മളെ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ദേവു ഫോർച്യൂണർ, ദിയ ഫോർച്യൂണർ. അതെ. ഞാൻ ചീസ് കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിവിടെ നമ്മളെ കാറിൻ്റെ ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്ത് ഹമ്മിട്ടമ്മ ഉണ്ട്. അപ്പം അങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ ഒരു ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ 2-3 ഫലൂദ ഓർഡർ ചെയ്തു. പിന്നെ ദിയമ്മോൾ ഒരു കേക്ക് വാങ്ങി. ഒരു സാധനം കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ ലോഡർ ഫ്രൈസും ജ്യൂസും എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ചീസ് ബോംബ് ചോദിച്ചു ഞങ്ങൾ ചീസ് ബോംബ് ചോദിച്ചപ്പോൾ ചീസ് ബോംബ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ 7-Eleven വേറെ മേക്ക് ചെയ്തൊരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. സ്ഥലം കാട്ടിയാണോ എനിക്ക് ഇഷ്ടം. അപ്പം അവർ ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞ് തന്നതാണ്. ഞങ്ങൾ ആദ്യം ഞെട്ടി ഓർഡർ ചെയ്ത സാധനമാണല്ലോ. ഫ്രണ്ട്സ്, ഇത്രയായി ഇത്. ഇപ്പം അമ്മയ്ക്ക് 3 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. ഇതിലുണ്ട് ഇനി. അടിയിൽ ബട്ടറാണോ? എല്ലാവർക്കും മതിയോ? അപ്പോൾ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഞങ്ങൾ വണ്ടി നാളെ കൊണ്ടുപോകുള്ളൂ. ഇതിൻ്റെ ഇൻഷുറൻസ് ജസ്റ്റ് ഒന്ന് എക്സ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ പേപ്പർ ചെക്ക് ചെയ്തപ്പോഴുണ്ട്. അവിടെ ഷോറൂം കിടക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി റോട്ടിൽ കിടക്കേണ്ടത് വെച്ചിട്ടാണ്. ശരിയല്ലല്ലോ. അപ്പം നാളെ ഇന്നിപ്പോൾ രാത്രിയായി, വൈകുന്നേരമായി 6 മണി. അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് എടുക്കാം. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ സെയിം കോസ്റ്റ്യൂം, എല്ലാവരും സെയിം കോസ്റ്റ്യൂം. നമ്മൾ ഓട്ടോറിക്ഷയ്ക്കായിട്ട് വന്നിട്ട് അപ്പം ഞങ്ങൾ ഐശ്വര്യമായിട്ട് കയറുകയാണ് വണ്ടിയിൽ. പോയി കയറിക്കോളൂ. ഇതേ കയറിക്കോ, ഇവിടെ പോയി കയറിക്കോ. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ കയറുകയാണ്. ഫുൾ ടൈം വലതുകാലം വെച്ച് കയറാനുണ്ട്. പക്ഷേ ഡ്രൈവർക്ക് ഒരിക്കലും വലതുകാലം വെച്ച് കയറാൻ പറ്റില്ല. അതുകൊണ്ട് വലതുകാലം കൊണ്ട് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങനെ
നമ്മുടെ കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു. ഫോർച്യൂണർ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. യാ എന്താ പറയല്ലേ, സന്തോഷാണ്. സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് പങ്കുവെക്കുകയാണ്. നിങ്ങളാണല്ലോ നമ്മളോട് എപ്പോഴും ഉള്ളത്, സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ. ഇവിടെ കാണാനല്ലോ. നല്ല നല്ല യാത്രകൾ നടത്താൻ ഫോർച്യൂണറിൽ നമുക്ക് സാധിക്കട്ടെ. വണ്ടിയിട്ടാലോ, പിന്നെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെ തന്നെ ഓണൊക്കെ നടിച്ച് ഈ സൈഡിലല്ലേ സൗണ്ട് അത് മ്യൂസിക്കിന്റെ ആയിരിക്കും. ദിയമോള് വണ്ടിക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, നമ്മൾ ആരൊക്കെയാണ്. ഫ്രണ്ട്സ്, അപ്പോ പോയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ദിയമോള് എവിടെ? ഞാൻ മൂലയിൽ പോയിരുന്ന എങ്ങനെ എടുക്കാനാണ് ഞാന് ചേട്ടേ, ബ്രേക്കൊക്കെ അല്ലേ? ഇതിപ്പോ മറ്റേന്റെ മാതിരി പെട്ടെന്ന് വളഞ്ഞു കിട്ടാൻ കുറച്ച് ഫ്രണ്ടൊക്കെ നോക്ക്. ഇത് ശരിക്കും പുറത്തുനിന്ന് കാണാൻ നല്ല ഒരു ഇതായിരിക്കൂലേ. പിന്നെ അതുമല്ല, നമുക്ക് നമ്മുടെ ഡസ്റ്ററിന്റെ കുറച്ചുകൂടെ ഫ്രണ്ട് അങ്ങോട്ട് ഇല്ല, ഇത് ഫ്രണ്ട് അങ്ങോട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ബാക്കിൽ നിർത്തണം കേട്ടോ. വണ്ടി ഓടിക്കുമ്പോഴൊരു ചെറിയൊരു തപ്പലുണ്ട്. പിന്നെ അതുമല്ല, ദേവും നീ ആദ്യമായിട്ടല്ലേ ഫോർച്യൂണറിൽ കയറുന്നത്? ഫസ്റ്റ് ടൈം ആണല്ലേ ഞങ്ങള് കയറുന്നത്. ഞാനിത് വണ്ടി നോക്കാമെന്ന് കയറിയെന്നല്ലാതെ ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒരു പുള്ളി മൂവ് ചെയ്തു. ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുണ്ടല്ലോ, നമ്മള് പറഞ്ഞ എന്തോ ഒരു വലിയ സാധനത്തിന് മുകളിൽ ഇത് പോണോ ഇവിടെ അല്ലേ, വേക്കുന്ന നല്ല വിസിബിലിറ്റി ഇല്ല, എന്തോ ഒരു വൈറ്റുള്ള ഇതിൽ ഇരുന്ന് പോണോ അവര്. ഞാൻ കേറിയിട്ടില്ല കേട്ടോ, വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനും കേറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങള് ഫോർച്യൂണറിൽ കേറുന്നത്. പക്ഷെ ഓടിക്കുമ്പോ നമ്മള് വേറെ ഏതോ വണ്ടി ഓടിക്കണ മാതിരിയൊന്നും ഇല്ല, എനിക്ക് ജസ്റ്റ് ഓടിക്കണ ഫീൽ ചെയ്യുന്നു. ഫ്രണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഫ്രണ്ട് കാണുന്നുണ്ട്, സുഖമായിട്ട് കാണുന്നുണ്ട്. അല്ല, ഒരു ഗ്യാപ്പിന്റെ നീളത്തിന്റെ അത് പക്ഷെ ഈ ഗ്രില്ല് ഉണ്ടായതുകൊണ്ട് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടി പുറത്തന്നെ കിടക്കട്ടെ, വ്യൂ ആസ്വദിക്കുന്നു. ഇതിന്റെ സൈഡ് വ്യൂ നല്ല രസമുണ്ട്. ഞാൻ പറയായിരുന്നു, ഞാനാ പറഞ്ഞത് താത്തിട്ട് പോകണുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ വണ്ടി എടുത്തത് അയാളെ കാണാൻ വേണ്ടിട്ട് വിചാരിക്കാന്ന്. ആൾക്കാർ അങ്ങനെ വിചാരിക്കും. പക്ഷെ ക്ലാസ് താത്തിട്ട് പോകാനാട്ടോ രസം. അത് ആദ്യമായിട്ട് കയറണോണ്ട് ആ വ്യൂ മൊത്തം അത്ര ഹൈറ്റിൽ അതിപ്പോ നമ്മക്കാണ് പുതുമ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് എടുക്കണതിന്റെ ഒരു ആവേശമാണ് നമുക്ക്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടി കയറുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളത് കുളിച്ചിത്തരാണെന്നൊന്നും പറയരുത്. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വണ്ടിയിൽ കയറുമ്പോൾ നമ്മുടെ സന്തോഷ പ്രകടനം വിചാരിച്ചാൽ ഒന്നും നോക്കിയില്ല, 4000 അങ്ങ് അടിച്ചു. ഫ്രണ്ട്സ് 4000 ഫുൾ ടാങ്ക് ആവുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിന് ഫുൾ ടാങ്ക് ആണെങ്കിൽ 6500-7000 ഉറുപ്പിക എടുപ്പിച്ചിരുന്നു. പഴം തിന്നോണ്ടിരിക്കുക ചേട്ടാ. ഉണ്ടോ ഒരു റൗണ്ട് പോയി വരണോ? അവിടെ നോക്കണുണ്ടോ? ഫ്രണ്ടിലിരിക്കും, ഒരു ആനപ്പുറത്ത് ഇരിക്കണവരൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീടെത്തിട്ടോ. നിക്കി ഈ വണ്ടി കാണുമ്പോൾ ഉറപ്പായിട്ടും കുരയ്ക്കും. കാരണം എന്താ വെച്ചാൽ നിക്കിക്ക് അറിയില്ലല്ലോ ഇത് നമ്മുടെ വണ്ടിയാണെന്നുള്ളത്. ഉറപ്പായിട്ടും ഇടിവെട്ടി നിക്കുമ്പോൾ പേടിച്ചിരിക്കാന്ന്.
ക്ലച്ച് ഇവിടെ വരണം. നിക്കിക്ക് മനസ്സിലായിട്ടില്ല. നിക്കിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് എവിടം വരെ പോവും പോർച്ചില് ചേട്ടയ്യേ? മതി മതി, വെള്ളം വെള്ളം. ഇറങ്ങാൻ കഴിയോ? ഞാന് വിചാരിച്ച എടുക്കുമ്പോ ചെലപ്പോ ആണോ? ശരിക്കും ഞാൻ ഇവിടെ ഒന്നുകൂടി ചേർത്തിട്ടോ വേണ്ടോ, ഈ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ എനിക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. ഇതിപ്പോ രണ്ട് സൈഡിന്റെ ആൾക്കാർക്ക് ഇറങ്ങാം. ഇതിൽ പോകാൻ പറ്റുമല്ലോ, ഡസ്റ്ററിൽ പോകാൻ പറ്റില്ല. അതിന് നോക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം രണ്ട് സൈഡില്ല, ആ ഡോർ തുറക്കുമ്പോൾ സ്ഥലത്ത് എന്തെങ്കിലും ഒട്ടിച്ച് നിക്കിയുടെ സ്പേസ് നോക്കാം. ട്രാവലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, വലിയ ട്രാവലൊക്കെ പോകുന്നവര് ഈ സീറ്റ് ഒഴിവാക്കും. എന്നിട്ട് ഇവിടെയാണ് അവര് മറ്റേ കിച്ചണും മറ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സീറ്റ് ബാഗിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ കിടക്കുക. KL7 DF ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു DF പറയുമ്പോ DD ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു. DD ബ്ലോക്കിന് DD ഇട്ടുവരുന്നു. DF പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ദേവു ഫോർച്യൂണറും ദിയ ഫോർച്യൂണറും ആക്കാന്ന് പറഞ്ഞു. ഞാൻ DF. ഫേവറേറ്റ് വണ്ടി തന്നെ എടുത്തു ഗൈസ് ഫൈനലി. ഇത്ര സന്തോഷിക്കാൻ മാത്രമൊന്നും ഇല്ലാന്നൊന്നും കമന്റ് ഇട്ട് കളയരുത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ